ഒരു സാധാരണ ദിവസത്തെ ഏറ്റവും മനോഹരമായ നിമിഷം തുടങ്ങുന്നത് നമ്മുടെ ഈ അടുക്കളയിൽ നിന്നാണല്ലേ. രാവിലെ എഴുന്നേറ്റ് ചൂട് പുകയുന്ന ദോശയും ചട്നിയും ഉണ്ടാക്കുന്ന തിരക്കുകൾക്കിടയിലേക്ക് എന്നെ തനിയെ ചെയ്യാൻ വിടാതെ കൂടെ വന്ന് നിൽക്കുന്ന ഒരാൾ. വലിയ വലിയ സർപ്രൈസുകളെക്കാളും നമ്മളെ പാചകം ചെയ്യാൻ സഹായിക്കുന്നതിലും പാത്രം കഴുകി തരുന്നതിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കളിയാക്കി ചിരിക്കുന്നതിലും ഒക്കെയാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത്. ഒന്നിച്ചുള്ള ഈ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമാണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും സ്പെഷ്യലാക്കുന്നത്. ഏറെ സമാധാനത്തോടെയാണ് ഇന്ന് നേരം വെളുത്തത്. കഴിഞ്ഞ 3 ആഴ്ചയായി പുതിയൊരു ജോലി തിരക്കുകളിലേക്ക് മാറിയതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോകളുടെ ലോകത്തേക്ക് വരാൻ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. ഒരു പുതിയ തുടക്കമായിരുന്നു കേട്ടോ അത്. ആ ജോലിയുടെ തിരക്കുകൾക്കിടയിലും മനസ്സിലെപ്പോഴും ഈ വീഡിയോകൾ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജോലിയും എൻ്റെ ഈ കൊച്ചു വീഡിയോകളും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ പഴയ താളം വീണ്ടെടുക്കാൻ ഈ ഞായറാഴ്ച ഞാൻ വീണ്ടും ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. സൺഡേ ആയാൽ പിന്നെ അറിയാമല്ലോ, തുണി കഴുകലും വീട് ക്ലീൻ ചെയ്യലും ഒക്കെയായി കുറച്ച് പണികളുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചകൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് പുതിയൊരു ജോലി കിട്ടി. എന്നെ കൊണ്ട് ഇപ്പോഴൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ ആ ജോലിക്ക് പോയി തുടങ്ങി. എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കയ്യബദ്ധം പറ്റി. ആ ലിക്വിഡ് പാത്രം അങ്ങനെ തന്നെ താഴെ വീണു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജ്യോതിയേട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ ഇറച്ചിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജ്യോതിയേട്ടൻ വയ്ക്കും, അല്ലെങ്കിൽ അമ്മ വയ്ക്കും. ഞാൻ പച്ചക്കറിയും മീനും മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. ഇന്ന് ചിക്കനും ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം അതിനു പിന്നാലെ നിന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താ, ജോലിയെ പറ്റി. എൻ്റെ ജ്യോതിയേട്ടൻ എപ്പോഴും പറയൂ കേട്ടോ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ജോലി എന്ന് പറയുന്നത് കേവലം ഒരു വരുമാന മാർഗം മാത്രമല്ല, അതവളുടെ ആത്മാഭിമാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിത്തറയാണെന്ന്. ശരിയാണെന്ന് എനിക്കും ഇപ്പോൾ തോന്നി തുടങ്ങി. സാമ്പത്തിക ഭദ്രത നൽകുന്നതിനോടൊപ്പം സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിലും സമൂഹത്തിലും തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കാനും ഒരു ജോലി സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്വന്തം കഴിവുകളും സ്വപ്നങ്ങളും തിരിച്ചറിഞ്ഞ് മുന്നേറാനുള്ള ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായി പെയ്ത മഴ മാറി ഇന്ന് നല്ല തെളിഞ്ഞ വെയിൽ വന്നിട്ടുണ്ട്. ആ വെയിലിൽ മുറ്റത്തെ എൻ്റെ ചെടികളെ കാണാൻ എന്ത് ഭംഗിയാ. ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം.